പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. പ്രമോദിനെതിരെ യു.ഡി.എഫ് പ്രവർത്തകർ ഒരു കയ്യേറ്റ ശ്രമമുണ്ടായി. പേരാമ്പ്രയിൽ ഇന്ന് നടത്തുന്ന യു.ഡി.എഫ് ഹർത്താലിൽ പഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാനെത്തിയ പ്രവർത്തകരാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. പ്രമോദ് പോലീസിൽ പരാതി നൽകി. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ഇതാണ് ദൃശ്യങ്ങൾ. അഞ്ജന, എന്താണ് സംഭവിച്ചത്? ഇന്നലെ CKGM-ൽ നടന്ന കോളേജിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് പേരാമ്പ്ര ടൗണിൽ യു.ഡി.എഫ് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ 6 മണിയോടെ ഈ ഹർത്താൽ ആരംഭിച്ചിരുന്നതുമാണ്. ഈ മേഖലയിൽ കടകളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ യു.ഡി.എഫ് പ്രവർത്തകർ സമ്മതിച്ചിരുന്നില്ല. അത്യാവശ്യമായ കടകൾ ഒഴിച്ച്, മെഡിക്കൽ ഷോപ്പുകൾ ഒഴിച്ച് മറ്റ് കടകളൊന്നും തുറക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും കൊടുത്തിരുന്നതാണ്. രാവിലെ തുറന്ന കടകളൊക്കെ അടപ്പിച്ചിരുന്നു. അതിൽ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ആ പഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാൻ വേണ്ടി ആദ്യം കുറച്ച് പ്രവർത്തകർ ഈ ഓഫീസിലേക്ക് എത്തി. അപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിടെ കണ്ടത്. ആദ്യം പ്രവർത്തകർ ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് അത് പറഞ്ഞ് സമവായത്തിലെത്തി അവർ പിരിഞ്ഞുപോയി. പിന്നീട് ഒരു കൂട്ടം പ്രവർത്തകരുമായി ആദ്യം വന്ന പ്രവർത്തകർ വീണ്ടും ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് കടന്നു വരികയായിരുന്നു. കയ്യേറ്റ ശ്രമമൊക്കെ അവിടെ ഉണ്ടായി. ഉടൻ തന്നെ പേരാമ്പ്ര പോലീസിൽ വിവരം അറിയിക്കുകയും പേരാമ്പ്ര പോലീസ് സ്ഥലത്ത് എത്തി ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയായിരുന്നു. ഏതായാലും ഈ ഒരു വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. പ്രമോദ് അദ്ദേഹം പേരാമ്പ്ര സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാനാണ് യു.ഡി.എഫ് പ്രവർത്തകർ ശ്രമിച്ചത്. ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് പ്രദേശത്ത് യു.ഡി.എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശരി, അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഹർത്താലിൽ പഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാനുള്ളതാണ് ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്.